നിങ്ങൾ ഒരിക്കലെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം തീർച്ചയായും കേട്ടിരിക്കണം. നാളുകളുടെ അധ്വാനം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായപ്പോൾ ഒന്നിനും തകർക്കാൻ കഴിയാത്ത ദർശനം കൊണ്ട് സകലതും തിരിച്ചു നേടിയ ശക്തനായ മിഷണറിയുടെ ജീവിതാനുഭവം. ആധുനിക മിഷണറി പ്രവർത്തനങ്ങളുടെ പിതാവായ വില്യം കേറി പതിറ്റാണ്ടുകൾ മെഴുകുതിരി വെട്ടത്തിലിരുന്ന് അധ്വാനിച്ചതിന്റെ ഫലമായാണ് ബംഗാളി, സംസ്കൃതം, മറാത്തി, ഒറിയ, അസമീസ്, ഹിന്ദി ഭാഷകളിൽ ആദ്യമായി ബൈബിൾ തർജ്ജിമ ചെയ്യപ്പെട്ടത്. 1812 മാർച്ച് 11 ഒരു അപ്രതീക്ഷിത സംഭവം നടന്നു. കാരിയുടെ ബംഗാളിലെ സെറാംപൂർ പ്രിന്റിംഗ് പ്രസ്സിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ഒറ്റ രാത്രി കൊണ്ട് വർഷങ്ങളുടെ കഠിനാധ്വാനം കത്തിയെരിഞ്ഞു. സംസ്കൃത ബൈബിളിന്റെ കയ്യെഴുത്തു പ്രതികൾ, ബംഗാളി ബൈബിളിന്റെ ഭാഗങ്ങൾ, വിലയേറിയ നിഘണ്ടുകൾ, വ്യാകരണ ഗ്രന്ഥങ്ങൾ, അച്ചടിക്കാനുള്ള ലോഹ അക്ഷരങ്ങൾ പോലും ചാരമായി മാറി. എല്ലാവരും വിചാരിച്ചു വില്യം കേറി ദൗത്യം ഉപേക്ഷിക്കുമെന്നു. എന്നാൽ ആ അഗ്നിനാളങ്ങൾക്ക് കടലാസുകൾ കത്തിക്കാനായി. അതിന് കേറിയുടെ ദർശനത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. വില്യം കേറി നിരാശക്ക് മുന്നിൽ തലകുനിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നഷ്ടം വലുതാണ്, എങ്കിലും ഈ പാതയിലൂടെ രണ്ടാമതും യാത്ര ചെയ്യുമ്പോൾ നാം അത് കൂടുതൽ നന്നായി പഠിക്കും. ഞങ്ങൾ നിരാശരല്ല. അദ്ദേഹം വീണ്ടും തുടങ്ങി. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ഇന്ത്യൻ പണ്ഡിതന്മാരുമായി കൂടെ നിന്നു. അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിച്ച തീജ്വാലകളെക്കാൾ ഉച്ചത്തിൽ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഉയർന്നു. 1834 താൻ മരിച്ചപ്പോഴേക്കും ആ ദൗത്യം പരാജയപ്പെട്ടിരുന്നില്ല. അത് പല മടങ്ങ് വളർന്നിരുന്നു. 6 ഭാഷകളിൽ മുഴുവൻ ബൈബിളും വിവർത്തനം ചെയ്യപ്പെട്ടു. കൂടാതെ 29 ഭാഷകളിൽ പുതിയ നിയമവും. വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുക്കളും അച്ചടി യന്ത്രങ്ങളും തലമുറകളോളം ഇന്ത്യൻ ഭാഷകളെ സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങളായി മാറി. ഇന്ന് സെറാംപൂർ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിലൊന്നാണ്. ഓർക്കുക, നഷ്ടങ്ങളുടെ തീജ്വാലകൾക്ക് നിങ്ങളുടെ അധ്വാനത്തെ ദഹിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ നിങ്ങളുടെ ദർശനത്തെ തൊടാൻ കഴിയില്ല. എല്ലാം കത്തിയെരിഞ്ഞാലും ദൈവം ആ ചാരത്തിൽ നിന്ന് എല്ലാം വീണ്ടും മടക്കിത്തരും.